Good morning. ഞാനിവിടെ പറയാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫറിൻ്റെ ഓക്സോ ആസിഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. പണ്ട് കാലത്തൊക്കെ അത് കുറേ അധികം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ അതിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് കോണ്ടാക്ട് പ്രോസസ്സ് വഴിയാണ്. ഇനി മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ ദി കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സിൽ കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിന് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സൾഫറോ അല്ലെങ്കിൽ സൾഫൈഡിൻ്റെ ഓയിൽസോ എയറിൽ ബേൺ ചെയ്തിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൾഫർ പ്ലസ് O2 ഗിവ്സ് SO2. അതായത് സൾഫർ മാത്രം ബേൺ ചെയ്തിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. ഇനി സൾഫറിൻ്റെ ഓറായ അയൺ പൈറിറ്റ്സ് ഓക്സിജനേറ്റ് ബേൺ ചെയ്തിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത് വേറൊരു എക്സാമ്പിളാണ്. ഇങ്ങനെ സൾഫർ ഡൈ ഓക്സൈഡ് എയറിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഡസ്റ്റ് പ്രസിപ്പിറ്റേറ്ററിൽ കൂടി അത് പാസ് ചെയ്യും. അപ്പോൾ അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ആകും. അങ്ങനെ അത് പ്യൂരിഫൈ ചെയ്ത് കിട്ടും. ഇത് രണ്ട് രീതിയിൽ ചെയ്യും. ഒന്ന് മെക്കാനിക്കലായിട്ടും ഒന്ന് ഇലക്ട്രിക്കലായിട്ടും. മെക്കാനിക്കലായി ചെയ്യുന്നത് സ്റ്റീവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇലക്ട്രിക്കലായിട്ട് അത് കോട്ടൽ പ്രസിപ്പിറ്റേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ഗ്യാസ് മിക്സ്ചർ ഒരു വാഷിംഗ് ടവറിലൂടെ പാസ് ചെയ്യിക്കും. അതിനെ സ്ക്രബ്ബർ എന്നാണ് പറയുക. അതിൽ വെച്ചിട്ട് വാട്ടർ സ്പ്രേയിങ് വഴി അതിലുള്ള ആസിഡ് ഫോഗും അതുപോലെ അവശേഷിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും റിമൂവ് ആക്കും. ഇവിടെ പാസ് ചെയ്ത ഗ്യാസ് മിക്സ്ചർ നമ്മളൊരു ഡ്രൈ ടവറിലൂടെ പാസ് ചെയ്യിക്കും. അതിൻ്റെ പേര് ഡ്രയർ എന്നാണ്. അതിൽ ഫ്ലിം സ്റ്റോൺസും അതുപോലെ അടിഭാഗത്തായിട്ട് കുറച്ച് കോൺസെൻട്രേറ്റഡ് H2SO4 ഉണ്ടാകും. അപ്പോൾ ഗ്യാസ് മിക്സ്ചർ ഡ്രൈ ആയി കിട്ടും. പിന്നീട് ഈ മിക്സ്ചർ ജലാറ്റിനസ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഉള്ള ഒരു ആസിഡിക് പ്യൂരിഫയറിൽ കൂടി പാസ് ചെയ്യിപ്പിക്കും. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഹൊറിസോണ്ടൽ ഷെൽസിലായിരിക്കും ഈ പ്യൂരിഫയറിൽ ഉണ്ടാകുക. അപ്പോൾ അത് ആസിഡിക് കോമ്പൗണ്ട്സായ AS2O3 പോലെയുള്ളതിനെ ഗ്യാസ് മിക്സ്ചറിൽ നിന്നും അബ്സോർബ് ചെയ്യും. ഇനി ഈ മിക്സ്ചർ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ടെസ്റ്റിംഗ് ബോക്സിൽ കൂടി പാസ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ സൾഫർ ഡൈ ഓക്സൈഡും എയറും അടങ്ങിയിട്ടുള്ള ഗ്യാസ് മിക്സ്ചർ 1.7 atm പ്രഷറിൽ കംപ്രസ് ചെയ്യുകയും പിന്നീട് 450 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ മിക്സ്ചർ ഒരു കാറ്റലിസ്റ്റ് ചാമ്പർ, അതായത് കോണ്ടാക്ട് ചേമ്പറിൽ, അതൊരു വെർട്ടിക്കൽ അയൺ സിലിണ്ടറാണ്. അതിൽ കാറ്റലിസ്റ്റായ V2O5 വെർട്ടിക്കലായ അയൺ ട്യൂബ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് SO3 ആയിട്ട് മാറും. അത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് വഴിയാണ് അത് ഉണ്ടാകുന്നത്. അത് നടക്കുന്നത് 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും 1.7 atm പ്രഷറിലുമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് 2SO2 + O2 ഗിവ്സ് 2SO3. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇങ്ങനെ കിട്ടുന്ന SO3 അഡ്സോർപ്ഷൻ ടവറിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. അതിന് കോൺസെൻട്രേറ്റഡ് H2SO4 സ്റ്റേ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ SO3 H2SO4 അബ്സോർബ് ചെയ്തിട്ട് ഒലിയം ഉണ്ടാകും. അതിൻ്റെ കെമിക്കൽ ഫോമിലാണ് H2S2O7. അതിൻ്റെ ഇക്വേഷൻ SO3 + H2SO4 ഗിവ്സ് H2S2O7. ഇനി ഇത് വാട്ടറായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഇക്വേഷനാണ് H2S2O7 + H2O ഗിവ്സ് 2H2SO4. SO3 ഡയറക്റ്റായിട്ട് വാട്ടറിൽ അബ്സോർബ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ചാൽ ആസിഡ് പാർട്ടിക്കിൾസ് മിസ്റ്റ് പോലെ ഫോം ചെയ്യും. മാത്രമല്ല അത് പെട്ടെന്ന് കണ്ടൻസ് ചെയ്യുകയില്ല. ഇനി ഈ കോണ്ടാക്ട് പ്രോസസ്സിൻ്റെ ഫ്ലോ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുവഴിയാണ് കോണ്ടാക്ട് പ്രോസസ്സ് നടക്കുന്നത്. ഇനി കോണ്ടാക്ട് പ്രോസസ്സിൽ ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതിനുള്ള കണ്ടീഷൻസാണ് സെലക്ഷൻ ഓഫ് കണ്ടീഷൻസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് SO3 ഉണ്ടാകുന്നത്. അതിനുവേണ്ടി SO2ഉം O2ഉം കൂടി വെനേഡിയം പെൻഡോക്സൈഡിൻ്റെ പ്രസൻസിൽ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തും. അതിൻ്റെ ഇക്വേഷനാണ് 2SO2 + O2 ഗിവ്സ് 2SO3. ഇതിൻ്റെ റിയാക്ഷൻ്റെ എൻതാൽപ്പി -196.6 kJ ആണ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻസാണ് പറയുന്നത്. ഫസ്റ്റ് പ്രഷറാണ് പറയുന്നത്. ലേഷാട്ട്ലർ പ്രിൻസിപ്പിൾ അനുസരിച്ച് സൾഫർ ഡൈ ഓക്സൈഡിൽ നിന്നും O2ൽ നിന്നും SO3 ഉണ്ടാകുമ്പോൾ അവിടെ ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ നമ്പറിൽ ഡിക്രീസ് ഉണ്ടാകും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ SO3യുടെ ഫോർമേഷൻ കൂടുതലായിരിക്കും.
പക്ഷേ കുറേ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള SO3 കാറ്റലിസ്റ്റ് പ്ലാന്റിൻ്റെ വാൾസിനെ അത് കൊറോഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് 1.7 atm പ്രഷർ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടെമ്പറേച്ചറിൻ്റെ കേസാണ് പറയുന്നത്. ലേഷാറ്റ്ലർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ലോ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ SO3യുടെ എക്സോതെർമിക് ഫോർമേഷനെ അത് സഹായിക്കും. ബട്ട് വളരെ ലോ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ റിയാക്റ്റൻസിന് റിയാക്ഷൻ ആവശ്യത്തിനായിട്ടുള്ള ആക്ടിവേഷൻ എനർജി കിട്ടില്ല. മാത്രമല്ല റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറായ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് SO3യുടെ ബെറ്റർ ഈൽഡിന് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി അടുത്തത് പറയുന്നത് കോൺസെൻട്രേഷൻ്റെ കേസാണ്. ലേഷാറ്റ്ലർ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ റിയാക്റ്റൻസ് അതായത് SO2ൻ്റെയോ അല്ലെങ്കിൽ O2ൻ്റെയോ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ എക്വിലിബ്രിയം അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനുള്ള ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ SO3 ഉണ്ടാക്കുന്ന ഫോർവേഡ് ഡയറക്ഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ശരിക്കുള്ള പ്രോസസ്സിൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ എക്സസ് എയർ മിക്സ് ചെയ്ത് അപ്പോൾ SO2 O2 തമ്മിലുള്ള മോളാർ റേഷ്യോ 2:3 ആകും. കണ്ടിന്യൂസ് ആയിട്ട് SO3 H2SO4 അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് എക്വിലിബ്രിയം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ SO3 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻസ്. അതായത് SO3 കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്ട്രക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിൽ S ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പിക്ചറിൽ കാണിച്ചതുപോലെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിലായിരിക്കും അത് കാണുന്നത്. ഇനി സൾഫറും OHും തമ്മിലുള്ള ബോണ്ട് ലെങ്ത്ത് 157 പൈക്കോമീറ്ററും സൾഫറും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത്ത് 142 പൈക്കോമീറ്ററും ആയിരിക്കും. ബോണ്ട്സും ബോണ്ട് ലെങ്ത്തും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതൊരു റെഗുലർ ടെട്രാഹൈഡ്രൻ ആയിരിക്കില്ല. മാത്രമല്ല അതിൻ്റെ ബോണ്ട് ആംഗിൾസ് ഒരു റെഗുലർ ടെട്രാഹൈഡ്രന് വേണ്ടി 109.5 ഡിഗ്രിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഉണ്ടാവുന്നത് ഇലക്ട്രോണിക് റിപ്പൽഷൻസ് കൊണ്ടാണ്. സൾഫ്യൂരിക് ആസിഡിന് ഹൈ ബോയിലിംഗ് പോയിൻറ്റും വിസ്കോസിറ്റിയും ഉണ്ട്. അത് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് മൂലമുള്ള മോളിക്യൂൾസിൻ്റെ അസോസിയേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ്. സൾഫ്യൂരിക് ആസിഡ് കളർലെസ്സും ഹൈലി വിസ്കസുമായിട്ടുള്ള ഓയിൽ ലിക്വിഡാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.84 ആണ്. ഫ്രീസിംഗ് പോയിൻറ്റ് 10 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻറ്റ് 338 ഡിഗ്രി സെൽഷ്യസുമാണ്. സൾഫ്യൂരിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഹീറ്റ് എവോൾവ് ചെയ്യും. അപ്പോൾ അവിടെ കുറേ അധികം ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യും. അതിൽ ഒരു എക്സാമ്പിളാണ് H2SO4 H2O. അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡയലൂഷൻ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വാട്ടർ ഒരിക്കലും കോൺസെൻട്രേറ്റഡ് H2SO4ലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. മറിച്ച് ആസിഡ് വാട്ടറിലേക്ക് വേണം ആഡ് ചെയ്യാൻ. അതും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ആണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റത്തെയാണ് അസിഡിക് നേച്ചർ. സൾഫ്യൂരിക് ആസിഡ് ഒരു സ്ട്രോങ് ഡയാബേസിക് ആസിഡാണ്. ഒക്കെ സൊല്യൂഷനിൽ സൾഫ്യൂരിക് ആസിഡ് അയണൈസ് ചെയ്യും. 2 സ്റ്റെപ്പുകളിലായിട്ടാണ് നമുക്കത് പറയാൻ പറ്റുക. ഫസ്റ്റത്തെ ഇക്വേഷൻ H2SO4 + H2O gives H3O plus HSO4 minus. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് HSO4 minus plus H2O gives H3O plus SO4 2 minus. ആസിഡ് ബേസസിനെ ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ സോൾട്സിൻ്റെ 2 സീരീസ് ഫോം ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസാണ് ആസിഡ് സൾഫേറ്റ്സിന് എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റും, നോർമൽ സൾഫേറ്റ്സിന് എക്സാമ്പിളാണ് സോഡിയം സൾഫേറ്റും കോപ്പർ സൾഫേറ്റും. ഇനി അതിൻ്റെ ഇക്വേഷൻ NaOH plus H2SO4 gives NaHSO4 plus H2O. 2NaOH plus H2SO4 gives Na2SO4 plus 2H2O. ഇനി അത് കാർബണേറ്റ്സിനെ ഡിക്കമ്പോസ് ചെയ്യുകയും ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് Na2CO3 plus H2SO4 gives Na2SO4 plus CO2 plus H2O. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് ഡീഹൈഡ്രേറ്റിംഗ് ആക്ഷൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന് വാട്ടറിനോട് അഫിനിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് സബ്സ്റ്റാൻസസിനെ ഡ്രൈ ചെയ്യുക മാത്രമല്ല അത് കോമ്പൗണ്ട്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു പവർഫുൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. അതിൻ്റെ ഒന്നാമത്തെയാണ് കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ ആക്ഷൻ മൂലം ഷുഗർ കരിയായി പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ സുക്രോസ് കോൺസെൻട്രേറ്റഡ് H2SO4ൽ കാർബണും വാട്ടറുമായിട്ട് മാറുന്നു.
ഇനി അടുത്തതാണ് കോൺസെൻട്രേറ്റഡ് H2SO4 ചില ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷൻസ് ഫോമിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4 കാർബൺ മോണോക്സൈഡും വാട്ടറായിട്ട് മാറുന്നു. ഇനി ഓക്സാലിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4 കാർബൺ മോണോക്സൈഡും CO2 H2O ആയിട്ട് മാറുന്നു. ഇനി മൂന്നാമത്തെയാണ് കോൺസെൻട്രേറ്റഡ് H2SO4 ഹൈഡ്രേറ്റഡ് സോൾട്ട്സിൽ നിന്നും ക്രിസ്റ്റലൈസേഷൻ്റെ വാട്ടറിനെ റിമൂവ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് ബ്ലൂ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിനെ വൈറ്റ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റും. അതിൻ്റെ ഇക്വേഷൻ CuSO4 5H2O in the presence of concentrated H2SO4 gives CuSO4 plus 5H2O. ഇനി നാലാമത്തെ ഒരു എക്സാമ്പിളാണ് കോൺസെൻട്രേറ്റഡ് H2SO4 ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ആൽക്കീൻസോ അല്ലെങ്കിൽ ഈതേഴ്സോ ആക്കി മാറ്റും. അത് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അതിൽ എത്തനോളിൻ്റെ കാര്യമാണ് പറയുന്നത്. എത്തനോൾ കോൺസെൻട്രേറ്റഡ് H2SO4നെ ട്രീറ്റ് ചെയ്യുമ്പോൾ 165 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എത്തീനും വാട്ടറും ഉണ്ടാകുന്നു. ഇനി എത്തനോൾ തന്നെ കോൺസെൻട്രേറ്റഡ് H2SO4 140 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡൈതൈൽ ഈതറും വാട്ടറും ഉണ്ടാകുന്നു. ഇനി അതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷനാണ് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് H2SO4 ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അത് നമ്മൾ ഫോർമലായിട്ട് ഹൈപ്പോത്തസിസ് ചെയ്യുന്നത് അതിൻ്റെ മോളിക്യൂൾസിന് ഓക്സിഡേഷന് വേണ്ടി ഒരു ഓക്സിജൻ ആറ്റത്തിന് സബ്സ്റ്റൻസിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാരണം കൊണ്ടാണ്. അതിൻ്റെ ഇക്വേഷൻ H2SO4 gives H2O plus SO2 plus O. ഇനി അതിൻ്റെ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റത്തെ ഓക്സിഡൈസിങ് ആക്ഷൻ, അത് ആക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4 മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അവരുടെ സൾഫേറ്റ്സ് ഉണ്ടാക്കും. അത് ആദ്യം SO2 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് സൾഫേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇക്വേഷൻസ് H2SO4 gives H2O plus SO2 plus O. ഇനി സിങ്ക് പ്ലസ് O gives ZNO. സിങ്ക് പ്ലസ് H2SO4 gives സിങ്ക് സൾഫൈഡ് പ്ലസ് H2O. ഇനി ഓവറോൾ റിയാക്ഷൻ സിങ്ക് പ്ലസ് 2H2SO4 gives ZnSO4 plus 2H2O plus SO2. ഇനി വേറെ ചില മെറ്റൽസ് H2SO4നോട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി മെറ്റൽസായ സിങ്കും അയോണും അലുമിനിയം ടിന്നും മാംഗനീസും ഡൈല്യൂട്ട് H2SO4ൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. നോബിൾ മെറ്റൽസായ ഗോൾഡും പ്ലാറ്റിനും കോൺസെൻട്രേറ്റ് H2SO4നോട് പോലും റിയാക്ട് ചെയ്യില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആക്ഷൻ വിത്ത് നോൺ മെറ്റൽസിനെ കുറിച്ചാണ്. ഇനി കോൺസെൻട്രേറ്റഡ് H2SO4 നോൺ മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്യും. അത് SO2 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് അത് നോൺ മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്. ഇതിന് ഫസ്റ്റത്തെ എക്സാമ്പിളാണ് കോൺസെൻട്രേറ്റഡ് H2SO4 കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഇനി ഇക്വേഷൻ H2SO4 gives H2O plus SO2 plus O. ഇനി അടുത്ത ഇക്വേഷൻ കാർബൺ പ്ലസ് 2O gives CO2. ഓവറോൾ റിയാക്ഷൻ C plus 2H2SO4 gives 2H2O plus 2SO2 plus CO2. ഇനി അടുത്ത എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫറിനെ സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ H2SO4 gives H2O plus SO2 plus O. S8 plus 16O gives 8SO2. ഓവറോൾ റിയാക്ഷൻ S8 plus 16H2SO4 gives 16H2O plus 24SO2. ഇനി അടുത്തതായിട്ട് പറയുന്നത് കോൺസെൻട്രേറ്റഡ് H2SO4 ഫോസ്ഫറസിനെ ഫോസ്ഫോറിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. ഇക്വേഷൻ H2SO4 gives H2O plus SO2 plus O. P4 plus 10O plus 6H2O gives 4H3PO4. ഓവറോൾ റിയാക്ഷൻ P4 plus 10H2SO4 gives 4H3PO4 plus 4H2O plus 10SO2. ഇനി അടുത്തായിട്ട് പറയുന്നത് ആക്ഷൻ വിത്ത് കോമ്പൗണ്ട്സ് ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4 കുറേ കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോൺസെൻട്രേറ്റഡ് H2SO4 കളർലെസ് HBrനെ റെഡ് ബ്രൗൺ ആയ Br2 ആക്കിയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അത് നടക്കുന്നത് H2SO4 SO2 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ H2SO4 gives H2O plus SO2 plus O. 2HBr plus O gives H2O plus Br2. Overall reaction 2HBr plus H2SO4 gives 2H2O plus SO2 plus Br2. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് H2SO4 കളർലെസ് ആയ HIനെ വയലറ്റ് അയഡൈഡായിട്ടും ബ്ലാക്ക് സോളിഡ് അയഡിനായിട്ടും ഓക്സിഡൈസ് ചെയ്യും. അത് സൾഫറായിട്ട് ആദ്യം റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്.
ഇനി equation H2SO4 gives H2O plus SO2 plus O. 2HI plus O gives H2O plus I2. Overall reaction 2HI plus H2SO4 gives 2H2O plus SO2 plus I2. ഇതാണ് H2SO4ൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആക്ഷൻ. നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. നേരത്തെ ഡയലൂട്ട് H2SO4 ആയിരുന്നു, ഇപ്പോൾ ഹോട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. Decompose several salts, liberating the corresponding acids more volatile than itself. ഇതിൽ ഫസ്റ്റത്തെ റിയാക്ഷൻ പറയുന്നത് കാൽസ്യം ഫ്ലൂറൈഡിനായിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്യാണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റായിട്ട് CaSO4ഉം 2HFും കിട്ടണം. രണ്ടാമത്തെ റിയാക്ഷൻ ബേരിയം ക്ലോറൈഡിനായിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേരിയം സൾഫോണേറ്റും പ്ലസ് 2HCl കിട്ടണം. ലാസ്റ്റത്തിൽ 2KNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 ഗീവ്സ് K2SO4 പ്ലസ് 2HNO3. പിന്നെ 2CH3COONA പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 plus 2CH3COH. The HBr and hydrogen bromide and hydrogen iodide liberated from bromides and iodides respectively by not concentrated H2SO4 are however further oxidized to Br2 and I2 respectively by the concentrated H2SO4. അവിടെ നമുക്ക് എന്താണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ബ്രോമൈഡിനെയും അയഡൈഡിനെയൊക്കെ വേർതിരിക്കാൻ പറ്റും. അതിന് ഫസ്റ്റത്തെ റിയാക്ഷൻ നോക്കാം. പൊട്ടാസ്യം ബ്രോമൈഡിനായിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്യണം. അപ്പം നമുക്ക് പ്രൊഡക്റ്റായിട്ട് KHSO4ഉം HBrഉം കിട്ടണം. ഈ HBrനായിട്ട് വീണ്ടും കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ 2H2O പ്ലസ് SO2 പ്ലസ് Br2 നമുക്ക് Br2 സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അതേപോലെ സോഡിയം അയഡൈഡിനായിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NHSO4 പ്ലസ് ഹൈഡ്രജൻ അയഡൈഡും കിട്ടണം. ഈ ഹൈഡ്രജൻ അയഡൈഡിനെ വീണ്ടും കോൺസെൻട്രേറ്റഡ് H2SO4നായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് 2H2O പ്ലസ് SO2 പ്ലസ് അയഡൈഡ്, അപ്പോൾ അയഡൈഡും നമുക്ക് അതിന് കിട്ടണം. ഇനി സോൾട്ട് ആക്ഷനിൽ ലാസ്റ്റത്തെ പറയുന്നത് precipitation reaction with salt solution ആണ്. Dilute H2SO4 precipitates the corresponding insoluble metal sulfates from aqueous solution of lead, barium, calcium and strontium salts. അതായത് ഡൈല്യൂട്ട് H2SO4 ലെഡ്, ബാരിയം, കാൽസ്യം ആൻഡ് strontium സാൾട്സിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ഇൻസൊല്യൂബിൾ മെറ്റൽ സൾഫേറ്റ്സ് നമുക്ക് കിട്ടും. അതിനെ കാണിക്കുന്ന ഇക്വേഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ നോക്കാം. PbNO3 ട്വൈസ് aqueous പ്ലസ് H2SO4 aqueous gives PbSO4 പ്ലസ് 2HNO3. അത് ലെഡിനായിട്ടുള്ള റിയാക്ഷൻ നമുക്കറിയാം. അടുത്തതിൽ ബേരിയം ക്ലോറൈഡിനെ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റും 2HCl നമുക്ക് കിട്ടണം. പിന്നെ കാൽസ്യം ക്ലോറൈഡിനായിട്ട് H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം സൾഫേറ്റും 2HCl നമുക്ക് കിട്ടണം. ലാസ്റ്റത്തെ SrNO3 ട്വൈസ് അതിനായിട്ട് H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ SrSO4 പ്ലസ് 2HNO3 ഈ കിട്ടണം. ഇനി അഞ്ചാമത്തെ ആക്ഷൻ പറയുന്നത് ആക്ഷൻ വിത്ത് PCl5 ആണ്. അത് PCl5 എന്ന് പറഞ്ഞു വെച്ചാൽ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണെന്ന് നമുക്കറിയാം. When concentrated H2SO4 is treated with calculate amount of PCl5, one or both of the hydroxyl groups of sulfuric acid can be replaced by chlorine, respectively giving chlorosulfonic acid and sulfuryl chloride. ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. HOSO2OH plus PCl5 gives HOSO2Cl plus POCl3 plus HCl. സൾഫ്യൂരിക് ആസിഡ്
ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫോണിക് ആസിഡ് കിട്ടണു. അടുത്തതും അതേപോലെ തന്നെയാണ്. സൾഫ്യൂരിക് ആസിഡ് ഡൈ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂറൽ ക്ലോറൈഡ് കിട്ടണം. ഇനി ആറാമത്തെ ആക്ഷൻ വിത്ത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ വെൻ heated with concentrated H2SO4, concentrated H2SO4, aromatic compounds get sulfonated to the corresponding sulfonic acids. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ C6H5 plus H2SO4 gives C6H5SO3H plus H2O. ബെൻസീന് H2SO4 കോൺസെൻട്രേറ്റ് H2SO4നെ കൂടിയിട്ട് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടണു, പിന്നെ വാട്ടറും കിട്ടണു. ഇനി ഏഴാമത്തെ റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണ്. When potassium chloride is heated with concentrated H2SO4, chlorine dioxide is produced with explosive vigor. നമ്മൾ എന്താണ് പൊട്ടാസ്യം ക്ലോറൈറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ക്ലോറൈറ്റിനെ കോൺസെൻട്രേറ്റഡ് H2SO4ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ അടിയിൽ നിന്നുണ്ടാകുന്ന നോക്കി നോക്കാം. 3KClO3 plus 3H2SO4 gives 3KHSO4 plus HClO4 plus 2ClO2 plus H2O. ഇനി ലാസ്റ്റത്തെ ആക്ഷൻ വിത്ത് സൾഫർ ട്രയോക്സൈഡ് ആണ്. സൾഫർ ട്രയോക്സൈഡിനെ SO3നെ H2SO4നായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒലിയം കിട്ടണു. ഒലിയത്തിന് നമ്മൾ H2SO7 എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതാണ്. യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിൻ്റെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ ഫസ്റ്റത്തെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണു. അതിനൊരു ഫെർട്ടിലൈസേഴ്സിന് ഒരു എക്സാമ്പിളാണ് അമോണിയം സൾഫേറ്റ്. അടുത്തത് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പിഗ്മെൻറ്റ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്റ്റഫ് ഇൻ്റർമീഡിയറ്റ്സ്. മൂന്നാമത്തെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് വേരിയസ് കെമിക്കൽസ് ഇൻക്ലൂഡിങ് നൈട്രിക് ആസിഡ്, ഫോസ്ഫറിക് ആസിഡ്, മെറ്റൽ സൾഫേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജനോ സൾഫേറ്റ്. അതായത് കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യാൻ കൂടുതലായിട്ടും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡ്, ഫോസ്ഫറിക് ആസിഡ്, മെറ്റൽ സൾഫേറ്റ് ആൻഡ് മെറ്റൽ ഹൈഡ്രോജൻ സൾഫേറ്റ്സ് ഇവയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ മാനുഫാക്ചറിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദ ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ മെറ്റലർജിക്കൽ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ഗാൽവനൈസിങ് ഇലക്ട്രോപ്ലേറ്റിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ അതിൽ ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി ടു റിമൂവ് കോംബർസം സൾഫർ ആൻഡ് ട്രൈ കോമ്പൗണ്ട്സ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സ്റ്റോറേജ് ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് സെല്ലുലോസ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡിങ് കോട്ടൺ, റയോൺ, records, etc. In the production of explosive products such as nitrocellulose, nitroglycerin, TNT, etc. As an important laboratory reagent in analysis. ഇതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്ക് എക്സ്റോഗ്രാഫിയാണ്. ഇത് ചെസ്റ്റർ കാസ്റ്റ്രോൺ ഇൻ 1938 കണ്ടുപിടിച്ചതാണ്. ആളാണ് ഇതിൻ്റെ പിതാവ്, അങ്ങനെ എന്താ വെച്ചാൽ പറയാം. ഇതൊരു നമ്മുടെ ഫോട്ടോ കോപ്പി മെഷീനിൽ നടക്കുന്ന ഒരു
ഫോട്ടോ കോപ്പി മെഷീൻ്റെ പ്രിൻസിപ്പിളാണ്. ഇത് ചാർജ് ബേസ്ഡാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ചാർജ് ബേസ്ഡാണ്. ബാക്കി പ്രിൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറയുക അതിലൊക്കെ ഒരു കെമിക്കൽ ഉണ്ട്, ജസ്റ്റ് ഇങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ചാർജ് ബേസ്ഡാണ്. അതുകൊണ്ട് എക്സ്റോഗ്രാഫി മീൻസ് ഡ്രൈ റൈറ്റിംഗ് എന്നും പറയുന്നുണ്ട്. ഇത് നമ്മൾ ഓരോ പ്രിൻ്റ് എടുക്കണ മെറ്റീരിയലിൻ്റെ സർഫസിൽ ചാർജ് ഉണ്ട്. അതായത് ലെറ്റേഴ്സിനായാലും കാര്യങ്ങൾക്കായാലും ചാർജ് ഉണ്ട്. അത് ഈ ഫോട്ടോ കോപ്പിംഗ് മെഷീനിലെ ഡിവൈസ് അതിനെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യിക്കും. ആ ചാർജ് യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ കോപ്പി എടുക്കുന്നത്. ആ ചാർജ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണ കാരണം അതിനെ ഇലക്ട്രോ ഫോട്ടോഗ്രാഫി എന്നും പറയുന്നുണ്ട്. നമുക്ക് സെറോഗ്രാഫി കാര്യമായിട്ട് പഠിക്കാനില്ല. പക്ഷേ ദ റോൾ ഓഫ് സെലീനിയം ഇൻ സെറോഗ്രാഫിയാണ് പഠിക്കാനുള്ളത്. മറ്റേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഒരു ഫോട്ടോ കോപ്പി മെഷീനിലെ ഒരു ഫോട്ടോകോപ്പർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആണല്ലോ. ആ കണ്ടക്ടറായിട്ടാണ് ഇവിടെ സെലീനിയത്തിനെ യൂസ് ചെയ്യുന്നത്. സെലീനിയം ഒരു വേക്കൻ ഡെപ്പോസിറ്റിനാണ് സെലീനിയം ചെയ്യുന്നത്. ബാക്കിയുള്ള ഫോട്ടോ കോപ്പി മെഷീൻസിനെയൊക്കെ പോലെ പ്രിൻറ്റേഴ്സിനെയൊക്കെ പോലെ ഒരു സാധാരണ പ്രിൻറ്റേഴ്സിലൊക്കെ ഉള്ള പോലെ ഒരു ടോണർ പൗഡറാണ്. ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ് ടോണർ പൗഡറാണ്. അങ്ങനെ ചാർജ് ഡിഫറൻസ് വരുമ്പോൾ ഒരു നെഗറ്റീവ് ആനോടും കാഥോഡും ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ടാണ് ആ ചാർജ് വെച്ചിട്ടാണ് ഫോട്ടോ കോപ്പി ഇതിൽ നടക്കുന്നത്. മെയിൻ റോള് പറഞ്ഞു വെച്ചാൽ സെറോഗ്രാഫിയിൽ കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കാൻ മാത്രമാണ് സെലീനിയത്തിൻ്റെ പ്രവർത്തനം. An important property that shows is a photoconductivity. An increase in electrical conductivity when it is exposed to light of suitable frequency. Here, exposure to light carries the electrons from the valence band of the material to the conduction band across the band gap, thereby inducing conductivity. The photoconductors effectively converts light into electricity. Amorphous selenium, better, and As2Se3 ഇവയൊക്കെ സെലീനിയത്തിനെക്കാളും ബെറ്ററാണ് ഈ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസ് ഡെപ്പോസിറ്റഡ് ബൈ എ വേപ്പറൈസേഷൻ ടെക്നിക് ടു പ്രൊവൈഡ് എ തിൻ ഫിലിം on an aluminum drum, which is then installed in photocopiers such that it is mounted rotate on its axis. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നേരത്തെ പറഞ്ഞ സെലീനിയത്തിൻ്റെ പോലെ തന്നെയാണ് അമോർഫസ് സെലീനിയത്തിലും As2Se3 പ്രവർത്തനം നടക്കുന്നത്. A brief description of the steps involved in the photocopying process, sometimes called xerizing. ഇനി അടുത്തതായിട്ട് ഈ എക്സ്റോഗ്രാഫി പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റത്തെ ചാർജിങ് ഓഫ് ദ ഫോട്ടോ കണ്ടക്ടർ. നമ്മുടെ ഫോട്ടോ കണ്ടക്ടറിനെ ചാർജ് ചെയ്യാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ പ്രോസസ് ഡീൽസ് വിത്ത് ദ ചാർജിങ് ഓഫ് ദ ഫോട്ടോ കണ്ടക്ടർ. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ ഫോട്ടോകോപ്പിംഗ് റൺ, the drum begins to rotate and a uniform electrostatic charge is distributed over the surface of the selenium or As2Se3 film by a high voltage corona discharge. ഫസ്റ്റ് തന്നെ എന്താണ് ഫോട്ടോഗ്രാഫിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ drum begins to rotate and a uniform electrostatic charge is distributed over the surface of the selenium or As2Se3. ഇതിൻ്റെ സർഫസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോകോപ്പിക് മെഷീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഫോർമേഷൻ ഓഫ് ലാറ്റൻറ്റ് ഇമേജ് ആണ്. ഫോർമേഷൻ ഓഫ് ലാറ്റൻറ്റ് ഇമേജിൽ വൺസ് ദ ഫോട്ടോ കണ്ടക്ടേഴ്സ് ഈസ് ചാർജ്ഡ്, the document to be photocopied begins to pass over the rotating drum. A laser is used to illuminate the document, which projects an image onto the selenium or As2Se3 film on the drum.
here when the drum is illuminated. Light will only be able to pass through the document at a position where there is no text or image. The resulting image produced on the film, referred to as the latent image, is the form of the regions of differing electrostatic potential. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മറ്റേ ഫോട്ടോകോപ്പി എടുക്കണ ഒബ്ജക്റ്റിലെ ലെറ്റേഴ്സിനൊക്കെ ഓരോ ചാർജ് ഉണ്ട്. അതിന്ന് ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട്, അതായത് ലേസറാണ് ഉപയോഗിച്ചിട്ടൊരു ലാറ്റൻ്റ് ഇമേജ് ആദ്യം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്റൻ്റ് ഇമേജ് ആണ്. ആഫ്റ്റർ ദ ഇമേജ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ടു ദ ഫിലിം, the drum is passed over the charged toner particles. The toner particles, as they run over the photoreceptor, become negatively charged due to the friction and are attracted by the electrostatically charged image on the photoreceptor. The image is developed as the toner distributes itself over the electrostatic image. ഈ നാലാം സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓഫ് ഇമേജ് ഓൺ ദ പ്രിൻ്റ് പേപ്പർ. ദ ഡെവലപ്ഡ് ഇമേജ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു പേപ്പർ മൂവിങ് പാരലൽ ടു ദ ഫോട്ടോ റെസിപ്റ്റർ അഗൈൻ ഇലക്ട്രോസ്റ്റാറ്റിക്കലി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫിക്സിംഗ് ആണ്. ദ ടോണർ പാർട്ടിക്കിൾസ് ക്യാരിയിങ് ദ ഡെവലപ്ഡ് ഇമേജ് ആർ റിമൂവ്ഡ് മെക്കാനിക്കലി ആൻഡ് ദ ഫോട്ടോ receptor exposed to bright light to restore uniform conductivity to the reporter film, thereby erasing the electrostatic image left there. അത് ജസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്താണ്. She is gradually being replaced by organic photo receptors which have an advantages over selenium in performance and environmental grounds. ഫിക്സിങ് ലാസ്റ്റ് സ്റ്റെപ്പ് ഫിക്സിങ്ങിലാണ് നമ്മുടെ പേപ്പറിൽ പ്രിൻറ്റിങ് നടക്കുന്നത്. അതിൽ ടോണർ പാർട്ടിക്കിൾസിൽ ക്യാരി ചെയ്യുന്ന ഡെവലപ്ഡ് ഇമേജ് നമ്മൾ ഫിക്സ് ഓൺ ദ പേപ്പർ സർഫസ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് പ്രഷർ. ഹീറ്റും പ്രഷറും യൂസ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഹീറ്റും പ്രഷറും യൂസ് ചെയ്തിട്ടാണ് ആ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യിക്കുന്നത്.